ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റൈസൈഗൺ. എടാ മക്കളെ, കീം എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട 3 ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാ. ദ ഫോളോയിങ് കോൺസെൻട്രേഷൻസ് were obtained for the formation of ammonia from nitrogen and hydrogen at equilibrium and at 500 Kelvin. Concentration of nitrogen is given as 1 into 10 raised minus 2 molar, hydrogen is 2 into 10 raised minus 2 molar, and ammonia is 2 into 10 raised minus 2 molar. അങ്ങനെയാണ് equilibrium constant Kc for the reaction N2 plus 3H2 gives 2NS3S. അപ്പോൾ മക്കളെ 500 കെൽവിനിലെ അമോണിയ ഫോർമേഷൻ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താ മക്കളെ ചെയ്യേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എഴുതുക. എന്താ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ വരിക? മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റേസ് ടു 2 ഡിവൈഡഡ് ബൈ molar concentration of nitrogen into molar concentration of hydrogen raised to 3 എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണ് പറയൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ കോയിഫിഷ്യന്റ് പവർ ആക്കി എഴുതാൻ മറക്കരുത്. പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്ന് പറഞ്ഞ ഫോമിലാണ് കെസിയുടെ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, എത്രയാണോ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ തന്നത്? 2 into 10 raised minus 2. അതിന്റെ സ്ക്വയറാ വേണ്ട. എത്ര? 2 into 10 raised to minus 2ന്റെ സ്ക്വയർ എത്രയാ? 4 into 10 raised to minus 4. 2 into 10 raised to minus 2ന്റെ സ്ക്വയർ 4 into 10 raised minus 4 ഡിവൈഡഡ് ബൈ നൈട്രജന്റെ കോൺസെൻട്രേഷൻ എത്രയാ? നൈട്രജന്റെ കോൺസെൻട്രേഷൻ 1 into 10 raised to minus 2 ആണ്. ആൻഡ് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ 2 into 10 raised minus 2. അതിന്റെ ക്യൂബാ വേണ്ടത്. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 8 ആണ്. 10 raised minus 2ന്റെ ക്യൂബ് 10 raised minus 6 ആണ്. സോ 8 into 10 raised minus 6. എത്ര? 8 into 10 raised minus 6. എത്ര പേരോട് ആൻസർ ഒന്ന് പറയാമോ? 10 raised minus 4ഉം 10 raised minus 6ഉം കട്ട് ചെയ്താൽ താഴെ 10 raised minus 2. 10 raised minus 2 10 raised minus 2 ചെയ്താൽ 10 raised minus 4 ആയി. ഈ 10 raised minus 4 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ 10 raised to 4 എന്നാവും. 4/8 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 ആണ്. 1/2 പറഞ്ഞാൽ 0.5. സോ 0.5 into 10 raised to 4. 0.5 into 10 raised to 4. അതായത് 5 into 10 raised to 3. 5 into 10 raised to 3. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. At a certain temperature 2 moles of CO and 4 moles of chlorine gases were reacted to form COCl2 in a 10-liter vessel. At equilibrium, if 1 mole of CO is present, then equilibrium constant for the reaction is. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ചെയ്യാനുള്ളൂ. അതേസമയം ഇതൊരു ഇനീഷ്യൽ കണ്ടീഷൻ പ്രോബ്ലം ആണ്. റിയാക്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ there are 2 moles of CO and 4 moles of Cl2. they react each other to form COCl2. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് അറ്റ് ഇക്വിലിബ്രിയം 1 mole of CO is formed. ഇക്വിലിബ്രിയത്തിൽ 1 mole CO ആണ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതായത് കെസിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ശരിയാ? അപ്പൊ ആദ്യം നമുക്ക് റിയാക്ഷൻ എഴുതാം. ആരും റിയാക്ട് ചെയ്യുന്നത്? CO ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു to form COCl2. This is the reaction balanced equation ആണ്. ക്ലിയർ ആ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ഇനീഷ്യൽ മോൾസ് ആണ്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട്സ് നോക്കൂ. എത്രയാണോ ഇനീഷ്യൽ മോൾസ് ഓഫ് റിയാക്ടൻസ് ഒന്ന് പറയാമോ? റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 2 മോള് CO ഉണ്ട്, 2 മോള് COയും 4 മോള് Cl2 ഉണ്ട്. And in the beginning there is no COCl2. സ്വാഭാവികമാണ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക റിയാക്ടന്റിനെ മാത്രം എടുത്തുകൊണ്ടാണ് ജനറലി ഏതൊരു റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുക. എന്ന് കരുതി പ്രോഡക്റ്റിനെയും കൂടെ എടുത്താലും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ സാധ്യമാണ്, അതിൽ സംശയമില്ല. അതേസമയം ജനറലി ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആര് മാത്രം ഉണ്ടാവുക? റിയാക്ടൻസ് മാത്രം ഉണ്ടാവുക. ഗ്രാജുവലി റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് ഫോളോ ചെയ്യുന്നു. ശ്രദ്ധിക്കാം മക്കളെ, തുടങ്ങുമ്പോൾ മീഡിയത്തിൽ 2 മോള് COയും 4 മോള് Cl2 ഉണ്ട്, COCl2 ഇല്ല. എന്നാൽ ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് COCl2 ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ പറയൂ എത്ര മക്കളെ? നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം, നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം. സോ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറയാണ് എക്സ് മോൾസ് ഓഫ് CO കൺസ്യൂം ആയി എന്ന് വിചാരിക്കും. എത്ര മോൾ CO കൺസ്യൂം ആയി? എക്സ് മോൾ CO കൺസ്യൂം ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? മോൾസ് ഓഫ് CO റിമൈനിങ് 2 - x ആയിരിക്കും. ശ്രദ്ധിക്കുക, 2 മോൾ CO ഉണ്ടായിരുന്നു ബിഗിനിങ്ങിൽ, എക്സ് മോൾ കൺസ്യൂം ആയി, അപ്പൊ എത്ര റിമൈനിങ് മോൾസ്? 2 - x. ക്ലിയർ ആണോ? അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1 മോൾ CO കൺസ്യൂം ആവുമ്പം 1 മോൾ ക്ലോറിനും കൺസ്യൂം ആവും. ദ റിയാക്ട് ഇൻ ദ റേഷ്യോ 1:1. അതായത് എക്സ് മോൾ CO കൺസ്യൂം ആവുമ്പം എക്സ് മോൾ ക്ലോറിനും കൺസ്യൂം ആവും. അപ്പൊ എക്സ് മോൾ COCl2 ഫോം ചെയ്യും. ബിക്കോസ് ഇവിടെ റിയാക്ഷന്റെ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ 1:1:1 ആണ്. 1 മോൾ CO റിയാക്ട് ചെയ്യുമ്പം 1 മോൾ ക്ലോറിൻ കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 1 മോൾ COCl2 ഫോം ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എക്സ് മോൾ ആണ് CO കൺസ്യൂം ആയതെങ്കിൽ ക്ലോറിൻ കൺസ്യൂം ആയതും എക്സ് മോൾ തന്നെ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ മോൾസ് റിമൈനിങ് 4 - x. ശ്രദ്ധിക്കുക, ക്ലോറിന്റെ എമൗണ്ട് ഇറ്റ് വാസ് 4 മോൾ ഇനീഷ്യലി. CO എത്ര ഉണ്ടായിരുന്നു? 2 മോളാണ് ഇനീഷ്യലി ഉള്ളത്. എക്സ് മോൾ CO കൺസ്യൂം ആവുമ്പം എക്സ് മോൾ ക്ലോറിനും കൺസ്യൂം ആവും. ബിക്കോസ് ദേ റിയാക്ട് ഇൻ ദ റേഷ്യോ 1:1. ഇവൻ ഒന്ന് റിയാക്ട് ചെയ്യുക, അപ്പൊ ഇവൻ ഒന്ന് റിയാക്ട് ചെയ്യും, അപ്പൊ ഇവൻ ഒന്ന് ഫോം ചെയ്യും. അപ്പൊ ഇവൻ എക്സ് റിയാക്ട് ചെയ്താൽ ഇവൻ എക്സ് റിയാക്ട് ആവും, ഇവൻ എക്സ് ഫോം ചെയ്യും. ക്ലിയറാ? അപ്പൊ എത്രയാ? COCl2 ഫോംഡ് അറ്റ് ഇക്വിലിബ്രിയം എക്സ് മോൾ ആണ്. ഇനി ആ എക്സിന്റെ വാല്യൂ കാണാൻ ഒരു ഹിന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ? ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്തപ്പോൾ 1 മോൾ CO ആണ് അടങ്ങിയിട്ടുള്ളത്. ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്തപ്പോൾ 1 മോൾ CO ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ എത്രയാ? സിയോയുടെ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം 2 - x ആണ്. ഇതാണ് 2 - x ആണ് സിയോയുടെ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം. അതിന്റെ വാല്യൂ 1 മോളാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ് 2 - xന്റെ വാല്യൂ 1 മോളാണെന്ന്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? 2 - 1 എന്ന് കിട്ടി. സോ എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എക്സ് സോൾവ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ തന്ന ഹിന്റ് എന്താ? ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്തപ്പോൾ 1 മോൾ CO ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് 2 - xന്റെ വാല്യൂ ആണ് 1. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരും? 2 - 1 വരും. അതായത് 1 എന്ന് വന്നു. സോ എക്സിന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പൊ 2 - 1 എന്ന് പറഞ്ഞാൽ 1 മോൾ എന്ന് വരും. 4 - 1 എന്ന് പറഞ്ഞാൽ 3 മോൾ എന്ന് വരും. എക്സിന്റെ വാല്യൂ 1 ആണ്, 1 മോൾ എന്ന് വന്നു. റെഡി? ഇതാണ് ഇക്വിലിബ്രിയത്തിലെ നമ്പർ ഓഫ് മോൾസ്. അങ്ങനെയാണ് കോൺസെൻട്രേഷൻ എത്ര വരിക? കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം, നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം ആണ് ഇത്. അങ്ങനെയാണ് കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം. എങ്ങനെയാ മക്കളെ നമ്പർ ഓഫ് മോളിനെ കോൺസെൻട്രേഷൻ ആക്കി മാറ്റുക? കോൺസെൻട്രേഷന്റെ യൂണിറ്റ് തന്നെ മോൾ പെർ ലിറ്ററാ. വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര വോളിയം? 10 ലിറ്റർ ആണ് റിയാക്ഷൻ വെസലിന്റെ വോളിയം. സോ ഓരോ കമ്പോണന്റിന്റെയും മൊളാർ കോൺസെൻട്രേഷൻ കാണാൻ അതാത് കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസിനെ ആ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും മക്കളെ? 1/10 0.1 മൊളാർ, 3/10 0.3 മൊളാർ. 3/10ന്റെ വാല്യൂ എത്രയാ? 0.3 മൊളാർ. 1/10 0.1 മൊളാർ. അപ്പൊ കോൺസെൻട്രേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി Kc കാണാനേ ഉള്ളൂ. എന്താ Kc? What is Kc for this reaction? Kc equal to molar concentration of COCl2 by concentration of CO into concentration of Cl2. എത്ര? COCl2 ന്റെ concentration 0.1 into 0.1 divided by 0.1 into 0.3. അപ്പൊ എന്താ വരിക? molar concentration of COCl2 divided by molar concentration of CO into molar concentration of Cl2. എത്ര? COCl2 ന്റെ കോൺസെൻട്രേഷൻ 0.1, സിയോയുടെ കോൺസെൻട്രേഷൻ 0.1, Cl2 ന്റെ കോൺസെൻട്രേഷൻ 0.3. ക്ലിയറാ? അപ്പോൾ 0.1 ഉം 0.1 നമുക്ക് കട്ട് ചെയ്യാം. 0.3 എന്ന് വന്നു. 0.3 എന്ന് പറഞ്ഞാൽ 3 into 10⁻⁻1 ആണ്. 10⁻⁻1 മുകളിൽ പോയാൽ 10 ആയി. സോ 10/3 എത്ര? 10/3 എന്ന് പറഞ്ഞാൽ 3.33. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി 3.3. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ പ്രോബ്ലം നമ്മൾ ചെയ്തത്. ബിഗിനിങ്ങിൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മോൾ CO, 4 മോൾ Cl2 ഉണ്ട്, COCl2 ഇല്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നെറ്റ് ഡയറക്ഷൻ സ്വാഭാവികമായിട്ടും ഫോർവേഡ് ഡയറക്ഷനാണ്. കാരണം പ്രോഡക്റ്റ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത റിയാക്ഷനാണ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് മോൾ CO ആണ് റിയാക്ട് ചെയ്യപ്പെട്ടതെന്ന് വിചാരിക്കും. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് എഴുതിയിട്ടുള്ളത്.
ആൻഡ് ഇക്വിലിബ്രിയം മോൾസ് എഴുതി. അത് കണ്ടുപിടിക്കാൻ ഒരു ഹിന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 1 മോൾ CO ആണ് ഇക്വിലിബ്രിയത്തിൽ ഫോം ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് 1 മോൾ CO ആണ് ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അങ്ങനെ മോൾസ് അറ്റ് ഇക്വിലിബ്രിയം കിട്ടി. മോൾസ് അറ്റ് ഇക്വിലിബ്രിയം കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് മാറ്റാൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, Kc = 1/v ഹോൾ റൈസ് ടു Δn × Kn. അത് ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലേക്ക് മാറ്റാം. വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഓരോ ടേമിനെയും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു, കോൺസെൻട്രേഷൻ കിട്ടി. ആൻഡ് ഫ്രം ദിസ് മോളാർ കോൺസെൻട്രേഷൻസ് അറ്റ് ഇക്വിലിബ്രിയം വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചു 3.333. റെഡിയാണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം റിയാക്ഷൻ 2A gives B plus C. The equilibrium concentrations of A, B and C are 1 × 10⁻³ molar, 2 × 10⁻³ molar and 3 × 10⁻³ molar respectively at 300 Kelvin. The value of Kc for this equilibrium at the same temperature. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ Kc ആണ് കണ്ടുപിടിക്കേണ്ടത്. കോൺസെൻട്രേഷൻ ഡയറക്റ്റ് ഗിവൺ ആണ്. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B into molar concentration of C divided by molar concentration of A and in the square. എത്ര B യുടെ കോൺസെൻട്രേഷൻ പറയൂ? A B C ഓർഡറിലാണ് തന്നെ. സോ B യുടെ കോൺസെൻട്രേഷൻ എത്രയാ മക്കളെ? B യുടെ കോൺസെൻട്രേഷൻ 2 × 10⁻³ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ വേണ്ട. B യുടെ കോൺസെൻട്രേഷൻ 2 × 10⁻³. C യുടെ കോൺസെൻട്രേഷൻ 3 × 10⁻³ ഡിവൈഡഡ് ബൈ എയുടെ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ. എയുടെ കോൺസെൻട്രേഷൻ 1 × 10⁻³ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 10⁻⁶. അപ്പോൾ എത്ര വരും? വാട്ട് ഈസ് 10⁻³ × 10⁻³ 10⁻⁶. അപ്പോൾ 10⁻⁶ ഉം 10⁻⁶ നമുക്ക് കട്ട് ചെയ്യാം. സോ 2 × 3 6. 2 × 3 6 ആണ് ആൻസർ. റെഡിയാണല്ലോ? അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൽ 2 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, 1 ഒരു ഇനീഷ്യൽ കണ്ടീഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, താങ്ക് യു ഓൾ.